ഇത് പള്ളി പെരുന്നാളോ ഉത്സവ കാര്യങ്ങളൊന്നുമല്ല. ഞങ്ങൾ കാക്കനാട് നിന്ന് എടപ്പള്ളിക്ക് പോകുന്ന വഴിക്ക് കണ്ടൊരു കാഴ്ചയാണ് ഗൈസ്. കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. ഞങ്ങൾ ഒരെണ്ണം വാങ്ങി. നേരത്തേക്ക് നമ്മൾ ഉത്സവത്തിനും പള്ളി പെരുന്നാളിനൊക്കെ പോകുമ്പോഴാണല്ലോ ഇതൊക്കെ വാങ്ങുന്നത്. ഇപ്പം റോഡ് സൈഡുകളിലും ഇതുപോലത്തെ ബലൂൺസ് ഒക്കെ കിട്ടുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ ജസ്റ്റ് വാങ്ങിയതാണ്. പിന്നെ ഞങ്ങൾ നേരെ പോകുന്നത് നമ്മുടെ ഫെഡറൽ ബാങ്കിലേക്കാണ് ഗൈസ്. എനിക്ക് കുറച്ച് പൈസ ഡെപ്പോസിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചെന്നപ്പോൾ മിഷൻ എന്തോ കേടായിട്ട് അത് നടന്നില്ല. പിന്നെ ഞങ്ങൾ നേരെ പോയത് സ്കൂൾ മാർട്ടിലേക്കാണ്. ഇവിടുന്ന് ഞങ്ങൾക്ക് കുറച്ച് സാധനം മേടിക്കാനുണ്ടായിരുന്നു. കാരണം നമ്മുടെ ബ്രൈഡിൻ്റെ എന്ന് വെച്ചാൽ എൻ്റെ കൂട്ടുകാരിയുടെ ബ്രൈഡ് ട്യൂബിയാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു വന്നപ്പോൾ നമുക്ക് ചെറിയ തോതിൽ അത് ആഘോഷിക്കാം. ഇനി 10 ദിവസവും കൂടെ ഉണ്ട് അവിടെ കല്യാണത്തിന്. എങ്കിലും നമുക്ക് ബാച്ചിലേഴ്സ് പാർട്ടി. അപ്പം ഞങ്ങൾ പെട്ടെന്ന് ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഓർത്ത് വന്നാൽ പിന്നെ നമുക്ക് കുറച്ച് നല്ല രീതിയിൽ അങ്ങ് നടത്താമെന്ന് വിചാരിച്ച് ഞങ്ങൾ 2 ദിവസത്തേക്ക് അവളെ വീട്ടിൽ വിളിച്ച് വരുത്തി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഐറ്റംസ് മേടിക്കാനുണ്ടായിരുന്നു. ബ്രൈഡ് ട്യൂബിയുടെ ഇതല്ലേ ഈ എന്താ പറയുക ഫ്രണ്ടിലിടുന്ന സാധനവും പിന്നെ തൊപ്പി പിന്നെ ബലൂൺസ് നല്ല കളർഫുൾ ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ തപ്പി ഇറങ്ങിയതാണ് മക്കളെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൈഡിന് നമ്മൾ സർപ്രൈസ് ആണല്ലോ കൊടുക്കേണ്ടത്. പക്ഷേ ഇത് ഞങ്ങൾ ബ്രൈഡിനെയും കൊണ്ടാണ് ഇത് കാര്യങ്ങളൊക്കെ വാങ്ങാനും എടുക്കാനും ഒക്കെ പോയത്. കാരണം അവൾക്ക് ഒന്നുകൂടെ കാര്യങ്ങൾ നല്ലോണം അറിയാം. ഞാനിപ്പോൾ ഫസ്റ്റ് തവണയാണ് ഞാനിപ്പോൾ ബ്രൈഡിൻ്റെ ഇതുപോലെ ബ്രൈഡ് ട്യൂബിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്കങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് എന്തൊക്കെയാണ് വാങ്ങേണ്ടത് അതൊക്കെ വലുതായിട്ടുള്ള ഐഡിയ ഇല്ലായിരുന്നില്ല. അപ്പം അങ്ങനെ അവളൊക്കെ ആകുമ്പോൾ അവൾക്ക് കുറച്ച് ഐഡിയ ഒക്കെ ഉണ്ട് ഇതിനെ പറ്റിയൊക്കെ ഉള്ളത്. അങ്ങനെ ബ്രൈഡിനെയും കൊണ്ടാണ് ഗൈസ് ഞങ്ങൾ ബ്രൈഡ് ട്യൂബി സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോയത്. നല്ല രസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇട്ടൊക്കെ നോക്കിയിട്ടാണ് വാങ്ങുന്നത് കേട്ടോ. ഇതുണ്ട് ഈ ഫസ്റ്റ് കാണുന്നത് ഈ ബ്ലാക്കിൽ വൈറ്റ് കളറാണ്. ഇതാണ് ഞങ്ങൾ ലാസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. ഇവിടെ ഇല്ലാത്തതായിട്ടൊന്നുമില്ല. എല്ലാ ഐറ്റം ബർത്ത്ഡേ പാർട്ടി ആണെങ്കിലും മാരേജിനാണെങ്കിലും അതാണെങ്കിലും ഇതാണെങ്കിലും കേക്ക് ഡെക്കറേറ്റ് വെക്കാനും പിന്നെ നമ്മൾ ഈ ഗ്ലാസ്സൊക്കെ ഇല്ല പല കളറിലെ പല ടൈപ്പിൽ ബ്രൈഡിൻ്റെ ബർത്ത്ഡേയുടെ പിന്നെ എന്ത് ഫംഗ്ഷൻ ആയിക്കോട്ടെ ഇവിടെ അതിൻ്റെ ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എല്ലാം കാണാനും നല്ലതായിരുന്നു. പിന്നെ നമുക്ക് ക്രിസ്മസും ഓണമൊക്കെ വരുമ്പോൾ അതിന് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ ഐറ്റംസും എല്ലാം നല്ല റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷോപ്പ് കാണുമ്പോൾ ഭയങ്കര പ്രൈസ് ആവും എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ നോർമൽ റേറ്റേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ ഐറ്റംസ് വാങ്ങി. ബ്രൈഡ് എന്നൊക്കെ എഴുതിയ ഗ്ലാസ്സസ് കുറേ ഉണ്ടായിരുന്നു. ഇതിൽ ഏതെടുക്കണമെന്നാകെ ഞങ്ങൾ ആകെപ്പാടെ വലഞ്ഞു. പിന്നെ ഞങ്ങൾ ഇതെടുത്തു. പിന്നെ ഞങ്ങൾക്ക് വെക്കാൻ വേണ്ടി കുറച്ച് തല വെക്കാൻ വേണ്ടി ഫ്ലവറിൻ്റെ ബൊക്കെ ഇതൊക്കെ ഇല്ലേ എന്താ പറയുക ഇതുപോലത്തെ സാധനമൊക്കെ വാങ്ങി. പിന്നെ ഞങ്ങൾ 4-5 പേരുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വെക്കാൻ വേണ്ടി എല്ലാ സാധനങ്ങളും വാങ്ങി. പിന്നെ ഞങ്ങൾ എന്താ പറയുക വൈൻ വാങ്ങണമായിരുന്നു. അതൊക്കെ വേറെ ഷോപ്പിലാണ്, വൈൻ ഇവിടെ ഇല്ല. പിന്നെ കേക്കൊക്കെ ഞങ്ങൾ തലേദിവസം ഓർഡർ ചെയ്തു. നാളെയാണ് പരിപാടി. അപ്പോൾ ഞങ്ങൾ ഇന്ന് കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങി സെറ്റ് ചെയ്ത് വെച്ച് ഇനിയിപ്പോൾ നാളെ എല്ലാത്തിനും വേണ്ടി ഓടുണ്ടല്ലോ. അങ്ങനെ ഇവിടെ എല്ലാ ഐറ്റവും ഉണ്ട് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2-3 കടകളിൽ കയറണമെന്ന് വിചാരിച്ചു. കാരണം എല്ലാം അവിടെ ഇവിടെയൊക്കെ ആയിരിക്കുന്നു. പക്ഷേ ഈ കടയിലെ എല്ലാ ഐറ്റംസും ഒരു കടയിൽ തന്നെ കിട്ടി. കേക്കും പിന്നെ വൈനും മാത്രമേ ഉള്ളൂ വേറെ കടയിൽ നിന്ന് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ ബാനറൊക്കെ ഇല്ലേ ഈ ബർത്ത്ഡേയുടെ പിന്നെ അങ്ങനെയൊക്കെയുള്ള ഫംഗ്ഷനൊക്കെ ബാക്കിൽ ഇപ്പോൾ ബർത്ത്ഡേ ആണെങ്കിൽ അങ്ങനെ ഇപ്പോൾ ബ്രൈഡ് ആണെങ്കിൽ അങ്ങനെ എല്ലാ ഐറ്റംസും നമ്മൾ ഈ വീർപ്പിക്കുന്ന രീതിയിലുള്ള ബാനർ അല്ലാത്ത ഈ തോരണങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അതിനൊക്കെ നല്ല അഫോർഡബിളായിട്ടുള്ള പേയ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഏതെടുക്കണമെന്നറിയാതെ ഭയങ്കര കുറേ ഈ പുതിയ കളക്ഷൻസൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഏത് കളർ ചൂസ് ചെയ്യണമെന്ന് അറിയാത്തൊരു അവസ്ഥയിലായിപ്പോവും. കാരണം എല്ലാം ഒന്നിനൊന്നൊരു ബെസ്റ്റ് കളേഴ്സ് ആയിരുന്നല്ലോ. അങ്ങനെ ഞങ്ങൾ ഇതാണ് ഇപ്പം ബാക്കിൽ ഈ ബ്രൈഡ് ട്യൂബിൽ നിന്ന് എഴുതാൻ വേണ്ടി ഈ കളറ് റെഡ് കളറാണ് വാങ്ങിയത്. പിന്നെ ബാക്കിൽ തോരണം ഒട്ടിക്കാൻ വേണ്ടി ബ്ലാക്ക് എടുത്തു. അങ്ങനെ എല്ലാം പല പല കളറാണ് ഞങ്ങൾ മിക്സ് ചെയ്തെടുത്തത് കേട്ടോ. ഇതുകൊണ്ട് ഇവിടെ കുറേ പുസ്തകങ്ങളും പിന്നെ നമ്മൾ ഈ വായിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ കുറേ വെറൈറ്റി പുസ്തകങ്ങളും പിന്നെ നമ്മുടെ കുറേ ഐറ്റംസ് സ്കൂളിലോട്ടും പിന്നെ കോളേജിലോട്ടൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ബുക്കുകൾ പിന്നെ ഫാൻസി ഐറ്റംസ് എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്ലാസ് ഒരു 4-5 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ബാനർ എടുത്തു. പിന്നെ വേറെ എന്തായിരുന്നു ഞങ്ങളെടുത്ത് ഈ ബ്രൈഡിൻ്റെ ഇടാൻ പറ്റുന്നത് പിന്നെ കേക്ക് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഈ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഉള്ളതും ഒക്കെ ഞങ്ങളെല്ലാം വാങ്ങി. ഇത് കണ്ടോ ഇത്രയും വലിയൊരു ഷോപ്പാണ് കേട്ടോ. അങ്ങനെ ഇത്രയും സാധനം ഞങ്ങൾ മേളിൽ നിന്ന് എടുത്ത് മേളിലത്തെ ഫ്ലോറിലായിരുന്നു. പിന്നെ താഴെ നിന്ന് ഞങ്ങൾ കുറച്ച് ഐറ്റംസ് കൂടെ വാങ്ങി കേട്ടോ. അതിൻ്റെ അകത്തുനിന്ന് ഞാൻ കുറച്ച് എന്താ പറയുക ഈ കീ ചെയിനില്ലേ വണ്ടിയിലിടാൻ വേണ്ടി അതൊക്കെ വാങ്ങി. പിന്നെ ഞങ്ങൾ താഴെ വന്നിട്ട് ഈ ബ്രൈഡിന് വെക്കുന്ന രീതിയിലുള്ള റായുണ്ടല്ലോ ഈ ഗിൽറ്റൊക്കെ വെച്ച്
ഈ കല്ലൊക്കെ വെച്ച് റായ ഉണ്ടല്ലോ, അങ്ങനത്തെ റാ വാങ്ങി. പിന്നെ വേറെന്താ വാങ്ങിയേ, വേറെന്തൊക്കെയോ വാങ്ങി കേട്ടോ. അതിനിടയ്ക്ക് ഞാനൊരു ഗ്ലാസ് ഉണ്ട്, അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി, ഞാൻ വെച്ചതാണ്. നല്ല രസമില്ലേ, എനിക്ക് ചേരുന്നുണ്ടോ ഗൈസ്? അയ്യോ, ഇത് വെച്ചപ്പോഴത്തേക്ക് കണ്ണും കാണുന്നില്ല. രസമായിരുന്നു കേട്ടോ, പക്ഷേ എന്തോ നല്ല രസമുണ്ടല്ലേ കാണാൻ വേണ്ടി. എന്തായാലും ഇത്രയും എൻ്റെ കയ്യിരിക്കുന്ന ഈ സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിയതാണ് മക്കളെ. ഇനിയിപ്പോൾ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഈ ഷോപ്പിലില്ല. അപ്പോൾ ഈ ഷോപ്പിൽ എന്താണെങ്കിലും എല്ലാവരും ഒന്ന് വന്ന് കാണേണ്ട സാധനം തന്നെയാണ്. കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയ, ഇപ്പോൾ ബർത്ത്ഡേ ഗിഫ്റ്റോ അല്ലെങ്കിൽ ആനിവേഴ്സറി ഗിഫ്റ്റുകളോ എന്ത് വേണമെങ്കിലും ഇവിടെ ഉണ്ട് കേട്ടോ. അതും പേയ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര അഫോർഡബിൾ പേയ്മെൻ്റ് ആയിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മൾ കുറേ ആപ്പുകളിലൊക്കെ കാണുന്ന കുറേ ഗിഫ്റ്റുകളൊക്കെ ഇല്ല, അതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അല്ല, ഞാൻ വഴിയെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞങ്ങൾ താഴെ നിന്ന് എടുക്കാനുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു, അതും ഞങ്ങൾ വാങ്ങി. നേരെ ഞാൻ പോയത് അവിടെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഗിഫ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഗിഫ്റ്റുകളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വണ്ടിയിലിടാൻ വേണ്ടി കീ ചെയിൻ എടുത്തു. അതിൽ ഈ കീ ചെയിനാണ് എടുത്തത്. നല്ല രസമില്ലേ, ക്യൂട്ടായിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് എത്ര നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും? 25 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അയ്യോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഈ ഒരു റേറ്റിന് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇത് ഞാൻ വാങ്ങി. പിന്നെ ഇതുണ്ടോ, ഇത് നമുക്ക് ഈ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ടും പിന്നെ എന്ത് മാരേജിനോ അല്ലെങ്കിൽ എന്ത് ആനിവേഴ്സറി ഗിഫ്റ്റോ ഒക്കെ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നല്ല ഭംഗിയിലെ കാണാൻ വേണ്ടി. അങ്ങനെ ഇതൊക്കെ ഞാൻ എന്തായാലും നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും എടുക്കണമെന്നൊക്കെ വിചാരിച്ചു. ഇനി ബർത്ത്ഡേ ഒക്കെ പാർട്ടിയൊക്കെ വരുമ്പോൾ നമുക്ക് ഏതെടുക്കണമെന്നറിയാത്ത അവസ്ഥയിൽ നമുക്ക് ഈ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ ഐറ്റംസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഞങ്ങൾ അവിടെ കുറേ ബുക്സിൻ്റെയൊക്കെ കുറച്ച് ശേഖരം ഉണ്ടായിരുന്നു. പിന്നെ അവൾ എനിക്കൊരു ബുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ലാസ്റ്റ് ഞാൻ കാണിക്കാം കേട്ടോ. അങ്ങനെ കുറേ പുസ്തകങ്ങൾ കേട്ടോ. അതും നമ്മുടെ ആടുജീവിതം വരെ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നുള്ളതാണ്. പിന്നെ പ്രേമലു, കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പാത്തുമ്മയുടെ ആടും, ഇത് നമ്മൾ ഈ വായിക്കാൻ ആഗ്രഹിച്ചിരുന്ന കുറേ പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ എന്താ പറയുക, മനോരമ മാസിക ഇതും എല്ലാം ഉണ്ടായിരുന്നു. പ്രേമലു സിനിമ കണ്ടുകൊണ്ട് പിന്നെ പ്രേമലുവിൻ്റെ പുസ്തകമൊന്നും ഞങ്ങൾ വാങ്ങിയില്ല. ഞാൻ വാങ്ങിയത് എന്തോ രാം കെയർ ഓഫ് ആദിയില്ലേ, ആ സീതി ഞാൻ കണ്ടായിരുന്നു. അതാണ് എനിക്ക് ഭയങ്കരമായിട്ട്, ഞാൻ കുറേ ആപ്പുകളിലൊക്കെ നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല. ലാസ്റ്റ് ഇവിടെ നിന്ന് എനിക്ക് കിട്ടി ഗൈസ്. എനിക്ക് അവളത് വാങ്ങി തന്നു കേട്ടോ. പിന്നീട് ഗ്ലാസിൻ്റെ കളക്ഷൻ കണ്ടോ, നല്ല രസമില്ല കാണാൻ വേണ്ടി. നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. ഏതെടുക്കണമെന്നറിയാത്ത അവസ്ഥയായിപ്പോയി. പക്ഷേ ഞങ്ങൾ മെയിനായിട്ടും ഈ ബ്രൈറ്റ് ടൂബിയുടെ സാധനം മേടിക്കാനല്ലേ വന്നേ, അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അതൊക്കെ വാങ്ങിയുള്ളൂ. പിന്നെ ഇത് കണ്ടോ ഗൈസ്, കുറേ മുട്ടയുടെയൊക്കെ കുറച്ച് ശേഖരമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മുടെ പൂക്കളും അതും ഇതും എല്ലാം ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ കട കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഷോപ്പിൽ വരുന്നത്. എന്തായാലും ഞാൻ നിങ്ങൾ ഉദ്ദേശിച്ച സാധനങ്ങളെല്ലാം ഒരു കടയിൽ തന്നെ ഞങ്ങൾക്ക് കിട്ടി. അതിൻ്റെ ഒരു ഭയങ്കര സന്തോഷം. ഇതുണ്ട്, കേക്കിൽ ഡെക്കറേറ്റ് ചെയ്യുന്ന സാധനങ്ങളൊക്കെയാണ്. അങ്ങനെ ഇത്രയും കൂടെ വാങ്ങിയപ്പോൾ എത്ര ആയിരുന്നു, 1800 സംതിങ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്താണെങ്കിലും നിങ്ങൾക്കൊക്കെ ഗിഫ്റ്റോ കാര്യങ്ങളോ എന്ത് വേണമെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ, ബർത്ത്ഡേ സെലിബ്രേഷനോ കാര്യങ്ങളൊക്കെ ആഘോഷിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് അതിനുള്ള ഐറ്റംസ് എല്ലാം കിട്ടും. അപ്പോൾ പിന്നെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി. ഞങ്ങൾ നേരെ എവിടെ പോവാണ്, ഈ ഷോപ്പിന് നേരെ ഓപ്പോസിറ്റായിട്ട് തന്നെയാണ് നമ്മുടെ കേക്ക് കട്ടുള്ളത്. അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾക്ക് കേക്ക് ഓർഡർ ചെയ്യണം. അങ്ങനെ ഇന്നത്തെ എന്താ പറയുക വിശേഷങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു. പിന്നെ അതിൻ്റെ പ്ലം ട്രീ ഉണ്ടായിരുന്നു, അവിടെ പോയി ഞങ്ങൾ മറ്റേ വൈനൊക്കെ ഉണ്ടല്ലോ നമ്മളെ ഈ മധുരമുള്ള, അങ്ങനെ ഞങ്ങൾ അവിടെ പോയി വൈനും വാങ്ങി. പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങി കേട്ടോ. എനിക്കിവിടെ കുറേ ഇതെല്ലാം ഭയങ്കര ഇമ്പോർട്ടിങ് ഐറ്റം ആയതുകൊണ്ട് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് മുട്ടായൊക്കെ അന്നേരം വാങ്ങി കഴിച്ചു, ടേസ്റ്റ് ചെയ്തു. പിന്നെ കുറച്ച് അല്ലാതെ പാഴ്സലും ആക്കി. പിന്നെ കുറേ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതൊന്നും ഞങ്ങൾ വാങ്ങിയില്ല. പിന്നെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ പ്ലം ട്രീയിലും. അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം കൂടെ മുട്ടായി എല്ലാം കൂടെ മിക്സ് ചെയ്ത് തരാമെന്ന് ചോദിച്ചെന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, 1/2 kg എല്ലാ മിഠായും കൂടെ കേട്ടോ അവരത് മിക്സ് ചെയ്ത് പാക്ക് ചെയ്ത് തന്നു. നല്ല കളർഫുള്ളായിരുന്നു കാണാൻ വേണ്ടി. എങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് സാധനം ഇവിടുന്ന് വാങ്ങി കേക്കിന് ഓർഡർ ചെയ്തു. ഇനി നാളെ പോയി ഞങ്ങൾക്ക് കേക്ക് മാത്രം വാങ്ങിച്ചാൽ മതി, ബാക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞു. അങ്ങനെ ഇതൊക്കെയായിരുന്നു ഗൈസ് ഞങ്ങളുടെ ഇന്നത്തെ ഒരു വൈകിട്ട് എത്ര മണിക്കാണ്, ഒരു 6 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി. ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയപ്പം 10 മണിയായി. അതുവരെ അവിടെ ഇവിടെയൊക്കെ തിരിഞ്ഞ് നടക്കുമായിരുന്നു. എന്താണ് നമ്മുടെ ഫ്രണ്ടിൻ്റെ ബ്രൈറ്റ് ടൂബി അല്ലേ, അപ്പോൾ നമ്മൾ ഇറങ്ങി തിരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യാനും ഓടാനും ഒക്കെ അല്ലേ. എന്തായാലും പ്രത്യേക ഒരു വൈബായിരുന്നു ഗൈസ്. അപ്പം നാളെ ഞങ്ങൾ ബ്രൈറ്റ് ട്യൂബിയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ നല്ല രീതിയിൽ വിശന്നാണ് ഗൈസ് ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങളുടെ ബലൂൺ പൊട്ടിപ്പോയി കണ്ടോ. അതിൻ്റെ ആ മേളത്തെ കോട്ടിങ് ഇല്ലേ, അതങ്ങ് പൊട്ടി. എങ്ങനെ പൊട്ടിയെന്ന് എനിക്കറിയത്തില്ല.
എന്തായാലും അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. എത്രയും 100 രൂപയും കണ്ടായിരുന്നു, അത് വെള്ളത്തിലായി ഗൈസ്. പിന്നെ ഞങ്ങൾ നേരെ അവിടുന്ന് നമ്മുടെ ആ തൃക്കാക്കര തന്നെ ഒരു ചെറിയ ഒരു അമ്മയുടെ തട്ടുകടയുണ്ട്. അങ്ങനെ ഞങ്ങൾ അമ്മയുടെ അവിടുന്ന് നല്ല ചൂട് ദോശയും നല്ല ചിക്കൻ കറിയും ചമ്മന്തിയൊക്കെ കൂട്ടി നല്ല രീതിയിൽ അങ്ങ് ലാഫിഷായിട്ട് വൈകിട്ടത്തെ ഫുഡും കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി ഗൈസ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു. ഇനിയും വീട്ടിൽ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം, ബ്രൈറ്റ് ട്യൂബിയുടെ കാര്യങ്ങളൊക്കെ തുടങ്ങണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഞങ്ങളുടെ കുട്ടി വ്ളോഗ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, സീ യു.